ബീഹാറിൽ സീറ്റ് ചോദിച്ചുള്ള സഖ്യകക്ഷികളുടെ അതൃപ്തികൾക്കിടയിലും എൻഡിഎയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തുമുൻപ് തന്നെ ഉടലെടുത്തിരുന്ന പടലപ്പിണക്കങ്ങളും സൗന്ദര്യപ്പിണക്കങ്ങളും പറഞ്ഞു തീർത്താണ് ബിജെപിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും എൻഡിഎയിൽ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചത്. ഘടകകക്ഷികളായ എൽജെപിയും HAMഉം ചോദിച്ചതിന്റെ നേർപകുതി സീറ്റ് നൽകി പ്രശ്നം പരിഹരിച്ചു. ആകെയുള്ള 243 സീറ്റുകളിൽ 240 എണ്ണത്തിലാണ് ധാരണയായിട്ടുള്ളത്. ശേഷിക്കുന്ന 3 സീറ്റുകളിൽ JDUവും BJPയും LJPയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. 3 പാർട്ടികളും 3 സീറ്റുകൾ പങ്കിട്ടെടുക്കാനാണ് സാധ്യത. 240-ൽ ഭൂരിഭാഗം സീറ്റുകളും JDUവും BJPയും പങ്കിട്ടെടുത്തു. ബാക്കിയുള്ളവ LJP, HAM, RLM എന്നിവർക്കായി വീതിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഭജനം കഴിഞ്ഞ 240 സീറ്റുകളിൽ 101 സീറ്റുകൾ JDUവും 100 സീറ്റുകളിൽ BJPയും മത്സരിക്കും. നിലവിലെ സഭയിൽ BJPക്ക് 74 സീറ്റും JDUവിന് 43 സീറ്റുമാണ് ഉള്ളത്. കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടിക്ക് 26 സീറ്റുകളാണ് നൽകിയത്. കേന്ദ്രമന്ത്രിയായ ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാ മോർച്ചയ്ക്ക് 7 സീറ്റുകൾ അനുവദിച്ചു. ഇവർക്ക് നിലവിലെ സഭയിൽ 4 സീറ്റുകളുണ്ട്. രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്ക് 6 സീറ്റുകളാണ് മത്സരിക്കാൻ നൽകിയത്. 40 മുതൽ 50 വരെ സീറ്റുകൾ വേണമെന്നാണ് ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ടിരുന്നത്. 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാൻ എൻഡിഎയിൽ നിന്ന് പുറത്തു പോകുകയും പരോക്ഷ പിന്തുണ കൊടുക്കുകയും ചെയ്തിരുന്നു. അന്ന് 143 സീറ്റുകളിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഔദ്യോഗികമായി വീണ്ടും എൻഡിഎ മുന്നണിയിലേക്ക് അവരെത്തിയത്. സീറ്റ് വിഭജനമായിരുന്നു അന്നും തർക്കത്തിന് അടിസ്ഥാനമായത്. 50 സീറ്റ് വരെ ആവശ്യപ്പെട്ട ചിരാഗ് ഒടുവിൽ 35 സീറ്റ് വേണമെന്ന നിലയിലേക്ക് നിലപാട് മയപ്പെടുത്തി. ചോദിച്ച സീറ്റ് കിട്ടിയില്ലെങ്കിൽ ചിരാഗ് പാസ്വാന്റെ LJP മുന്നണി വിടുമെന്നും പ്രശാന്ത് കിഷോറുമായി ചേരുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് 26 സീറ്റ് നൽകാമെന്ന് BJPയും JDUവും സമ്മതിക്കുന്നത്. ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാ മോർച്ച 15 സീറ്റുകൾ ചോദിച്ചിടത്താണ് 7 സീറ്റുകൾ നൽകാമെന്ന് ധാരണയായത്. ഇവർക്ക് കഴിഞ്ഞ സഭയിൽ 4 സീറ്റുകൾ ഉണ്ടായിരുന്നു. വോട്ട് ചോരിയും SIRഉം അടക്കമുള്ള വിവാദ വിഷയങ്ങൾ കൊണ്ട് സമ്പന്നമായ ബീഹാറിൽ ഇക്കുറി കന്നി വോട്ടർമാരാകും നിർണായകമാകുക എന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയ പാർട്ടികളുടെയെല്ലാം കണക്കുകൂട്ടൽ എത്തി നിൽക്കുന്നത് 18-നും 19-നും ഇടയിൽ പ്രായമുള്ള വോട്ടർമാർ നിർണായകമാകുമെന്ന വിലയിരുത്തലിലാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യം, കുറഞ്ഞുവരുന്ന ഭൂരിപക്ഷം എന്നിവയാണ് കന്നി വോട്ടർമാർ എങ്ങനെ ചിന്തിക്കും എന്നാലോചിച്ച് തലപുകയ്ക്കാൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രേരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇത്തവണ 14.1 ലക്ഷം വോട്ടർമാർ 18 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ളവരാണ്. 2020-ൽ പുത്തൻ വോട്ടർമാരുടെ എണ്ണം 11.17 ലക്ഷവും 2015-ൽ 24 ലക്ഷത്തിൽ അധികവുമായിരുന്നു. ബീഹാറിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ശരാശരി 5765 പുതിയ വോട്ടർമാർ ഉണ്ടെന്നാണ് കണക്ക്. 2020-2015 വർഷങ്ങളിൽ ഓരോ മണ്ഡലത്തിലെയും കന്നി വോട്ടർമാരുടെ എണ്ണം യഥാക്രമം 4597, 9930 എന്നിങ്ങനെയായിരുന്നു. 2015-ലേതിനേക്കാൾ കന്നി വോട്ടർമാരുടെ എണ്ണം കുറവാണ് എങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നെഞ്ചെടുപ്പേറ്റുന്നത് ഓരോ തവണയും കുറഞ്ഞു വരുന്ന ഭൂരിപക്ഷമാണ്. 2020-ലെ കണക്ക് പ്രകാരം മൊത്തം മണ്ഡലങ്ങളുടെ എണ്ണത്തിന്റെ 23% 56 സീറ്റുകളിലെ ഭൂരിപക്ഷം ഇത്തവണത്തെ പുതിയ വോട്ടർമാരുടെ എണ്ണമായ 5765-നേക്കാൾ കുറവാണ്. 2015-ലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ 41 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ഇത്തവണത്തെ പുതിയ വോട്ടർമാരുടെ എണ്ണം എന്ന കണക്കും ശ്രദ്ധിക്കണം. ആകെയുള്ള 7.43 കോടി വോട്ടർമാരിൽ 3.92 കോടി പുരുഷന്മാരും 3.5 കോടി സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. 243 അംഗ നിയമസഭയുടെ കാലാവധി നവംബറിൽ അവസാനിക്കും. നവംബർ 6, 11 തീയതികളിലായി വോട്ടെടുപ്പും 14-ന് വോട്ടെണ്ണലും നടക്കും. ഇക്കുറി ബീഹാറിൽ ഇരു മുന്നണികൾക്കും തലവേദനയായി പ്രശാന്ത് കിഷോർ എന്ന PKയും പ്രചാരണ രംഗത്തുണ്ട്. വിജയിച്ചില്ല എങ്കിൽ പോലും പല മണ്ഡലങ്ങളിലും PK എന്നറിയപ്പെടുന്ന പ്രശാന്ത് കിഷോർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. ഇപ്പോൾ തന്നെ ബീഹാറിലെ അടിസ്ഥാന വർഗത്തിന്റെ ശക്തമായ പിന്തുണ പ്രശാന്ത് കിഷോറിനുണ്ട്. ബീഹാറിലെ മിക്ക ഓട്ടോകളുടെയും പിന്നിൽ ഇപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പ്രശാന്ത് കിഷോർ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങളും മുദ്രാവാക്യങ്ങളും അടങ്ങിയ ബാനറുകളാണ്. കിഷോർ വലിയ സീറ്റൊന്നും നേടിയില്ല എങ്കിലും ആരുടെ വോട്ട് കൂടുതൽ അപഹരിക്കുമെന്ന് ഇരു മുന്നണികൾക്കും ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. അത് ആർക്കായാലും അവർക്ക് തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.